എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമസ്കാരം. സൺഡേ സ്പെഷ്യൽ റീൽ റിയാക്ഷൻ വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേക തീമൊന്നുമില്ല. നിങ്ങളിൽ പല ആളുകളും അയച്ചു തന്ന റീലുകളിൽ നിന്ന് ഞാൻ മുന്നേ ചെയ്യാത്തത് സെലക്ട് ചെയ്ത് വെച്ചതാണ്. റാൻഡം ആയിട്ടുള്ള സെലക്ഷനാണ്. അതുകൊണ്ട് തന്നെ ആദ്യം കണ്ണിൽപ്പെടുന്നത് സേവ്ഡ് ലിസ്റ്റിൽ നിന്ന് ആദ്യം കണ്ണിൽപ്പെടുന്നത് പ്ലേ ചെയ്യുകയാണ്. കുറച്ചു ദിവസം മുമ്പ് നമ്മള് പാമ്പിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പെറ്റായിട്ട്. 2 ദിവസം മുമ്പ് മെഞ്ഞാന്ന് രാവിലെ കൂട്ടിന് നോക്കുമ്പോ അതില്ലാതെ എങ്ങനെയോ ആ കൂട്ടിന് എസ്കേപ്പ് ആയിപ്പോയി. 2 ദിവസമായിട്ട് നമുക്കിപ്പോ ഫംഗ്ഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇടാഞ്ഞ്. ഇത് ഭയങ്കര ഡിപ്രസിംഗ് ആണ്. അറിയില്ല, നമ്മൾ കൊറേ ആഗ്രഹിച്ച് കൊറേ കാലത്തിന് ശേഷം കൊറേ ആഗ്രഹിച്ചിട്ട് പൈസ കൂട്ടി വെച്ച് വാങ്ങിച്ച പാമ്പാണ്. അതെങ്ങനെയോ എസ്കേപ്പ് ആയിപ്പോയി. അറിയില്ല എന്നാ ഇനി ചെയ്യണ്ടേന്ന്. ഈ വീട് മൊത്തം നമ്മള് പരതി, എവിടെയില്ല, അറിയില്ല. എന്താണെങ്കിലും വല്ലാത്തൊരു സെലക്ഷൻ ആയിപ്പോയി. സ്ഥിരമായി കൈകാര്യം ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ല ആ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അവരുടെ പ്രിയപ്പെട്ട ഒരു പെറ്റിനെ കാണാതെ പോയി. അതൊരു പാമ്പായതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ ധാരാളം ആളുകൾ അവരെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. പാമ്പിനെയൊക്കെ വളർത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ കാലത്ത് എക്സോട്ടിക് പെറ്റ്സിന്റെ കാറ്റഗറിയിലുള്ള പെറ്റ്സിനെ കളക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു മുഖ്യ വിനോദമൊക്കെയാണ്. ഈ പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന അണലിയും മൂർക്കനും രാജവെമ്പാലയും ഒന്നുമല്ല. അത് പുറത്തു നിന്ന് കൊണ്ടുവരുന്ന പൈത്തൺ അടക്കമുള്ള പാമ്പുകളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന പൈത്തനെ ആണെങ്കിലും പിടിച്ച് കൂട്ടിലിട്ട് വളർത്താനായിട്ടുള്ള ഒരു അനുവാദം നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പുറത്തു നിന്ന് ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ ആളുകൾ കൊണ്ടുവരുന്നത്. എക്സോട്ടിക് പെറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ, അതിൻ്റെ ആ ഒരു മാർക്കറ്റ് വല്ലാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു ജീവികൾ, അതിപ്പോൾ എട്ടുകാലിയാണ് എന്നുണ്ടെങ്കിലും പഴുതാരയാണ് എന്നുണ്ടെങ്കിലും നമുക്കതൊക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഇത് വളർത്തുന്ന ആളുകൾക്ക് അത് വലിയ വലിയ സംഭവങ്ങളാണ്. എലി, പാറ്റ, പഴുതാര, അങ്ങനെ നമ്മുടെ നാട്ടിൽ ക്ഷുദ്രജീവികളുടെ ഗണത്തിൽപ്പെടുത്തുന്ന പലതിനെയും ആളുകൾ വിദേശത്ത് നിന്ന് കൊണ്ടുവരാറുണ്ട്. എന്തുകൊണ്ടോ വിദേശത്ത് നിന്ന് വരുന്ന ആ ജീവികൾക്ക് നമ്മുടെ നാട്ടിലുള്ള ജീവികളുടെ അത്ര വിഷമില്ല. ഇപ്പൊ നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. വളരെ ടോക്സിക് ആയിട്ടുള്ള എല്ലാ ജീവികളും നമ്മുടെ നാട്ടിലാണുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആ ജീവികൾക്ക് അത്ര വിഷവും കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഒരു ഇഷ്യൂ കിടക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പെറ്റ്സിനെ വാങ്ങുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ധാരാളം പെറ്റ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഒരു കൗതുകം കൊണ്ടാണ് പല ആളുകളും വാങ്ങുന്നത്. ഇപ്പോൾ അയൽവക്കത്തെ വീട്ടിലൊരു പട്ടിയുണ്ട്, അല്ലെങ്കിൽ സിനിമയിലെ നായികയ്ക്ക് ഒരു പട്ടിയുണ്ട്, അപ്പോൾ ക്യൂട്ടായിട്ടുള്ള പട്ടികളൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ രസമാണ്. അതേപോലെ തന്നെ ചില ആളുകളുടെ പട്ടിയും പൂച്ചയൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്നു. അതൊക്കെ കണ്ട ഒരു കൗതുകം കൊണ്ട് പെറ്റ്സിനെ വാങ്ങുകയാണ്. എന്നാൽ അവരതിനെ എങ്ങനെ കെയർ ചെയ്ത് എങ്ങനെ വളർത്തിയെടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് പല ആളുകൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. വാങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ കൗതുകമൊക്കെ പോകും. വളർത്തൽ ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇത് അഗ്രസീവായിട്ട് മാറാൻ സാധ്യതയുണ്ട്. വീട്ടിൽ കുറേയധികം ശല്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇതിൽ നിന്ന് അസുഖമൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അലർജീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഏജ് ആവുന്ന സമയത്ത് അതിനെ നോക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. ഈ ഒരു അവസ്ഥകളിലൊക്കെ നമ്മൾ ഈ ഒരു പെറ്റ്സിനെ ഉപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അത് ബാക്കിയുള്ള ആളുകൾക്ക് ഒരു തലവേദനയാവും. എക്സോട്ടിക് പെറ്റ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഈ ഒരു നാട്ടിലെ ജീവികളല്ല. അപ്പോൾ ഈ ഒരു നാട്ടിലെ ജീവികളുമായി ഇത് ഇണചേരുകയോ അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ പെറ്റ് പെരുകുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ഒരു നാടിന് വേണ്ടതല്ല. ഇപ്പോൾ ബർമീസ് പൈത്തൺ ഇഷ്യൂ, ഫ്ലോറിഡ പൈത്തൺ ഇഷ്യൂ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫ്ലോറിഡയിലെ എക്സോട്ടിക് പെറ്റ്സ് ഗണത്തിൽ ഇമ്പോർട്ട് ചെയ്ത ആളുകൾ വളർത്താൻ വേണ്ടി ഇമ്പോർട്ട് ചെയ്ത പൈത്തൺസിൽ ചിലത് ചിലപ്പോൾ ആളുകൾ തുറന്നു വിട്ടതായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ പുറത്തേക്ക് പോയതായിരിക്കാം. ഇത് ആ നാട്ടിലുള്ള പൈത്തൺസുമായിട്ട് ഇണ ചേർന്ന് ഒരു സങ്കര ഇനം രൂപപ്പെട്ടു. അത് വല്ലാതെ പെറ്റുപെരുകി ഈ ഒരു പൈത്തൺസിനെ കൊണ്ട് ഫ്ലോറിഡക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പോൾ ഈ ഒരു പൈത്തൺസിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി പല പദ്ധതികൾ അവർ ആവിഷ്കരിക്കുന്നുണ്ട്. 2017 ഇന്ത്യയിൽ നിന്ന് ഇരുള ട്രൈബിൽ നിന്നൊക്കെ ഉള്ള ആളുകളൊക്കെ ചെന്നിട്ട് ഈ പൈത്തൺസിനെ പിടിച്ച വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു പരിധിവരെ അവർക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ചില ജീവികൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില സസ്യങ്ങൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അതിന് ഈ ഒരു നാട്ടിലെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് കൂടുതൽ ശക്തിയോടെ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ കമ്മ്യൂണിസ്റ്റ് പച്ചയും ആഫ്രിക്കൻ പായലും ഒക്കെ ഉണ്ടാക്കുന്ന തലവേദനകൾ ചെറുതൊന്നുമല്ല നമ്മുടെ നാട്ടിൽ. ആഫ്രിക്കൻ മുഷി, ഇതെല്ലാം പുറത്തു നിന്ന് ആളുകൾ കൗതുകത്തിന് വേണ്ടിയും അല്ല എന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടും ഒക്കെ ഉപദ്രവിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പറയുന്നത് അമേരിക്കൻ സാധനമാണ്. എന്തൊരു ശല്യമാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പച്ച ഒരു കളയായിട്ട് വളർന്ന് പന്തലിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇഷ്യൂ? അവിടെ ഒരു പുല്ല് പോലും ഉണ്ടാവില്ല. പശുവിന് അത് കഴിക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ നാട്ടിലെ ജീവികൾക്ക് അത് ഇഷ്ടമില്ല. അതൊരു അധിനിവേശ സസ്യമാണ്. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയുള്ള വിദേശ ജീവി സസ്യ വർഗ്ഗങ്ങളെ കൊണ്ടുവരുന്ന ആളുകൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇത് നാളെ ബാക്കിയുള്ള ആളുകൾക്ക് മൊത്തത്തിലൊരു പണിയാവും. നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ജീവികളുമായിട്ടൊക്കെ ഉള്ള ബന്ധമൊക്കെ സ്ഥാപിച്ച് അവയൊക്കെ നല്ല രീതിയിൽ സംരക്ഷിക്കാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഈ കൗതുകം അവസാനിച്ച് കഴിയുമ്പോൾ ഇത് ബാക്കിയുള്ള ആളുകൾക്ക് പണിയാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ റീലിൽ കണ്ട ആളുകൾ വേറെ ഏതോ നാട്ടിൽ ജീവിക്കുന്ന ആളുകളായിരിക്കാം. നമുക്കതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം.
I like bad boys. You like bad boys? Why you a good boy? Good boys are also good, but you can turn a bad boy into a good boy. You get both in one. Turn a bad boy into a good boy when a good boy is already available. So I turn a good boy into bad boy then. Why do you need to change a bad boy to good boy when you have a good boy? So you have both. What happiness will get? So there's fun in life now. What is fun? When turning a bad boy to good boy is painful. She needs problems. Not Mother Teresa. No, she needs problems. She needs toxicity. No, not toxicity. It's You're a fun. No, sadist. You want to fix statue for you. You should turn bad boy. no, you get bored, no, in life. Like you want to some masala. Good boys don't give masala. I don't understand. Why good boys can't have masala? What to do? That's a toxic trait. Which one? Falling for a bad boy. Character. So you ജീവികളെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ച് തൊട്ടടുത്ത നിമിഷം നോക്കിയത് ഈ റീലിലേക്കാണ്. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഗണത്തിൽപ്പെട്ട സ്ത്രീകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ ഉടനീളം ഇദ്ദേഹത്തിൻ്റെ ചില വിറ്റുകൾ വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇതേപോലെ തിരിച്ച് ചോദ്യം ചെയ്യുന്ന ആൺകുട്ടികളെ അധികം നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് സാധിക്കത്തില്ല. ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കിരീടം വെച്ച് കൊടുക്കാനായിട്ട് കുറേ അമ്മമാരെ കാണാം. ഇതാണ് പെണ്ണ്, ഇങ്ങനെ ആയിരിക്കണം പെണ്ണുങ്ങൾ എന്നൊക്കെ പറയുന്ന ബോധമുള്ള ചെക്കന്മാരാണ് ഇവിടെ മജോറിറ്റി എന്ന് എനിക്ക് തോന്നുന്നു. എന്തോരം ആളുകളാണ് ഇതിൻ്റെ താഴെ കിരീടം വെക്കാനായിട്ട് പോകുന്നത്. കുറേയധികം ആൻറ്റിമാരും അങ്കിൾമാരും ഒക്കെ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് പോകും കേട്ടോ. ഈ ഫ്ലോറിഡ പൈത്തൺ ഇഷ്യൂ പറഞ്ഞതിന് ശേഷം ഈ ഒരു റീല് വന്നതുകൊണ്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, ഈ ആളുകൾ അവിടെയുള്ള ആ വംശനാശം നേരിടുന്ന സ്ത്രീകളുമായിട്ട് ഇണചേരട്ടെ. അങ്ങനെ ആകുമ്പോഴത്തേനും കുറേ സംഘർഷം ഉണ്ടാവട്ടെ. അങ്ങനെ അവരുടെ കാര്യം അങ്ങ് തീരുമാനമാവും. കേരളത്തിലാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണാനില്ല, എന്നാൽ അവിടെയാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ചെക്കന്മാരെ അങ്ങടേക്ക് കൊണ്ടുപോകട്ടെ. മൊത്തത്തിലൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. ഇവിടെ എന്തൊരു അലമ്പാണ്. മറ്റേ രാഹുൽ ഈശ്വറും അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിട്ട് ഫെമിനിസം മുഴുവൻ പ്രശ്നമാണ്, ലോകം മുഴുവൻ നശിക്കുന്നേ എന്ന് പറയുന്നു. അവിടെയുള്ള പുരുഷന്മാർക്ക് അത് അക്സെപ്റ്റബിൾ ആണ്. അവർ ഓപ്പണായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ വേദിയിൽ 2 പുരുഷന്മാരുണ്ട്. ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ മാത്രം കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ ഗുഡ് ബോയ്, ബാഡ് ബോയ്, ഉഴപ്പൻ, പഠിപ്പി എന്നീ ക്ലാസിഫിക്കേഷനൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ്സിലൊക്കെ ഉഴപ്പിക്കഴിഞ്ഞാൽ, മാസ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം ധാരണയൊക്കെ പല ആളുകൾക്കുണ്ട്. ഇപ്പോൾ പൊതുവെ ആളുകൾ ആ ഒരു റിസ്ക് എടുക്കാറില്ല. മുന്നെയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിദ്യാഭ്യാസം നേടിയാലും ചില ആളുകൾക്ക് ഉയർന്നു വരാനായിട്ടുള്ള കുറേയധികം തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ക്ലാസ്സിൽ ഉഴപ്പനാണ് എന്നുണ്ടെങ്കിലും വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കച്ചവടം ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത് കാശുകാരനായി കഴിഞ്ഞാൽ, ഉഴപ്പൻ കാശുകാരനായി, പഠിപ്പി കാശുകാരനായില്ല എന്നൊക്കെ ആളുകൾക്ക് പറയാമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സ്കില്ലുണ്ടെങ്കിൽ, അത്യാവശ്യം ഭാഷയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒന്ന് പിടിച്ചിരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മിനിമം കുറച്ച് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഇമെയിൽ അയക്കാനായിട്ടുള്ള കഴിവും ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ബിസിനസ്സും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോലും പറ്റില്ല. അപ്പോൾ ചില ആളുകൾ പറയും അതിനൊക്കെ ജോലിക്കാരെ വെക്കാം. ജോലിക്കാരെ വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു ബിസിനസ് ഒന്ന് പച്ചപിടിച്ച് വരണമല്ലോ. അപ്പോൾ ഒരു ബിസിനസ് കൊണ്ടുവന്ന് അതിൻ്റെ മാർക്കറ്റ് റിസർച്ച് നടത്തി അതിൻ്റെ ഒരു ഫീസിബിലിറ്റി ചെക്ക് ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് ഗവൺമെൻറ് നൂലാമാലകൾക്കിടയിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവതരിപ്പിച്ച് അതിനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്ക് പറ്റില്ല. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമല്ലേ അത് വലുതാവുന്നതും അവിടേക്ക് കൂടുതൽ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ കൊണ്ടുവന്നിരുത്തുന്നതൊക്കെ. ബാക്കിയുള്ളത് ലക്കാണ്. ഇപ്പോൾ നാട്ടിലൊരു ചെറിയ ബിസിനസ് നടത്തി അത് വല്ലാതെ വികസിച്ചു, കൂടുതൽ ജോലിക്കാരെ വെക്കാനായിട്ട് പറ്റി. ശരിയാണ്, നിങ്ങളുടെ കൂടെ പഠിച്ച നല്ലതായിട്ട് പഠിക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യാം. പക്ഷേ അത് എത്രയോ ചെറിയ ശതമാനം ചാൻസാണ്. പല ആളുകളും എനിക്ക് കഴിവുണ്ട്, ഞാൻ ഉഴപ്പനായിരുന്നു, എന്നാൽ ഒരു ബിസിനസ് അങ്ങ് ചെയ്ത് കളഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടല്ല ബിസിനസ്സിലേക്ക് വരുന്നത്. അവർ കഷ്ടപ്പെട്ട് പലത് ട്രൈ ചെയ്ത് ആകെ മൊത്തത്തിൽ നട്ടം തിരിഞ്ഞ് വേറെ ഒരു വഴിയില്ലാത്ത സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ചിലത് ചെയ്ത് ഒന്ന് സക്സസ് ആവുന്നതാണ്. അതിനകത്ത് ഫെയിലായി പോകുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ പഠിപ്പി അപമാനിക്കുന്ന ഉഴപ്പനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പരിപാടി ഈ കാലഘട്ടത്തില്ല. അത്യാവശ്യം പിള്ളേർക്കൊക്കെ ബോധമുണ്ട്. ഇനി ബാഡ് ബോയ് ഗുഡ് ബോയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഏതോ കാലഘട്ടത്തിൽ കാലഹരണപ്പെട്ട സംഗതികളാണ്. ഇപ്പോൾ പണ്ടത്തെ സിനിമകളിൽ ഭർത്താവിൻ്റെ ഒരു അടി വളരെ റൊമാൻറ്റിക് ആയിട്ട് ചിത്രീകരിച്ചിരുന്നു. എന്നാൽ ഇന്ന് അത് ഏറ്റവും മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഒരു അടിയൊക്കെ ഇന്നത്തെ ഏതെങ്കിലുമൊക്കെ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് വേണ്ട എന്ന് വെക്കുന്ന ആളുകളാണ് കൂടുതൽ. ഒരു അടിയല്ലേ, ഭർത്താവല്ലേ എന്നൊക്കെ ഒരു കാലത്ത് ആളുകൾ ചോദിച്ചിരുന്നു. ഇന്നത് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാനായിട്ടുള്ള യോഗ്യതയുണ്ടോ? ചോദിക്കാനായിട്ടുള്ള അവകാശമുണ്ടോ? ഇല്ല. കാരണം രണ്ടാളുകളും ഒരേ തരത്തിൽ വരുമാനം ഉണ്ടാക്കുന്ന, ഒരേ തരത്തിൽ പഠിച്ച, ഒരേ രീതിയിൽ ജീവിക്കുന്ന, ഒരേ സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ഒരാളെ തല്ലാനായിട്ടുള്ള അവകാശമൊന്നുമില്ല. അതേപോലെ പ്രായ വ്യത്യാസവും കാര്യമായിട്ടില്ല. മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളാണ്.
ഈ ബാഡ് ബോയ്സ് ഈ പ്രണയിക്കുന്ന സമയത്ത് ടോക്സിക് ആയിട്ട് പെരുമാറുക, ഭയങ്കരമായിട്ട് പൊസസീവ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ടോക്സിക് ട്രൈറ്റ്സ് കാണിക്കുക, അടിക്കുക, ദേഷ്യപ്പെടുക, ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുകൾ ഒരു കാലത്തൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴത്തേന് ഇഷ്ടംപോലെ വാർത്തകൾ ഇങ്ങനെ കേട്ട് തല്ലും അടിയും ഗാർഹിക പീഡനങ്ങളും ആത്മഹത്യകളും ഒക്കെ കേട്ടിട്ട് വിരക്തിയായിപ്പോയി. അങ്ങനെയുള്ള ആളുകളോട് പേടിയാണ്. ഈ ടോക്സിക് ട്രൈറ്റുകളുള്ള ആണുങ്ങളെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനായിട്ട് മടിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്തിനാണ് പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ച് തടവറയിലേക്ക് പോകുന്നത് എന്നുള്ള ചിന്തയുള്ള ഒത്തിരിയധികം ആളുകളുണ്ട്. വിവാഹത്തിൽ നിന്ന് സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്ന എന്തോ ഒരു എക്സാമ്പിൾ ഒരാഴ്ച തന്നെ വരാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയും 2 കുട്ടികളും ട്രെയിനിന്റെ മുൻപിൽ പോയി നിന്ന് ആത്മഹത്യ ചെയ്തു. ചിന്നി ചിതറിപ്പോയി. കാരണം എന്താണ്? അതിന്റെ കാരണം പറയുന്നതിന് മുൻപ് മറ്റൊരു റീൽ പ്ലേ ചെയ്യാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും എൻ്റെ കരിയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടോ എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ എൻ്റെ റിലേഷൻഷിപ്സ് ഒന്നും ഞാൻ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല. കരിയർ അല്ലെങ്കിൽ സ്റ്റഡീസ് എല്ലാം ഓരോരുത്തരുടെ രീതിയിലാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ന് ഞാൻ എൻ്റെ കരിയർ വിടേണ്ട ഒരു ആവശ്യം വരികയാണ് ഫോർ മൈ റിലേഷൻഷിപ്സ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അത് വിട്ടിട്ട് പോകും. എനിക്ക് അത് അത്രയേ ഉള്ളൂ. ദി എൻഡ് ഓഫ് ദി ഡേ ഇഫ് യു കാൺ കം ഹാപ്പി ഇൻ യുവർ ഹോം, തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഇല്ലാന്നേ പറയുള്ളൂ. എല്ലാവർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്. ഐ പ്രയോറിറ്റൈസ് മൈ റിലേഷൻഷിപ്പ്, ഐ പ്രയോറിറ്റൈസ് മൈ ഹാപ്പി ഹോം. നമുക്ക് വേണ്ടത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് ആണ്. റിലേഷൻഷിപ്പുകൾക്ക് വേണ്ടി എന്തും കോംപ്രമൈസ് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് എന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 2 വ്യക്തികൾ തമ്മിലുള്ള ബന്ധപ്പെടലാണ്, കമ്മ്യൂണിക്കേഷനാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് ബേസിക്കലി നമ്മൾ പറയുന്നത്. 2 വ്യക്തികളാണ്. എന്തൊക്കെ പറഞ്ഞാലും 2 വ്യക്തികളാണ്. ഏതൊക്കെ മതപുസ്തകങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാലും, ഏതൊക്കെ കവിതകൾ വായിച്ചാലും, എന്തൊക്കെ സിനിമകൾ കണ്ടാലും ഒന്നാണെന്ന് പറഞ്ഞാലും 2 വ്യക്തികളാണ്. വ്യക്തിത്വമുണ്ട്, ഐഡൻറ്റിറ്റി ഉണ്ട്, നമ്മളാക്കുന്ന കുറേയധികം ഘടകങ്ങളുണ്ട്. അതിലൊന്നാണ് നമുക്ക് നമ്മളെ തന്നെ നോക്കാൻ എക്കാലത്തും പറ്റുന്ന നമ്മുടെ ചുറ്റുപാടുകൾ. ആ ഒരു ചുറ്റുപാടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്? നമ്മുടെ ജോബ്, നമ്മുടെ വരുമാനം എന്നീ ഘടകങ്ങൾ കൊണ്ടാണ്. ആ ഒരു ചുറ്റുപാടുകൾക്ക് ഗുണകരമാവുന്ന രീതിയിൽ ബാക്കിയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ നൽകുകയാണ്. ഒരു ഫിനാൻഷ്യലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വിദ്യാഭ്യാസം തരികയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നു എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളോട് തന്നെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ സന്തോഷത്തോടെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ചുറ്റുപാട് അത് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. ആ ഒരു ചുറ്റുപാടുകളെ, ആ ഒരു സംവിധാനങ്ങളെ നിർത്തലാക്കിയിട്ട് റിലേഷൻഷിപ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, അതിന് പ്രയോറിറ്റി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ബാക്കിയുള്ള ആളുകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് പ്രയോറിറ്റി കൊടുക്കാതെ ബാക്കിയുള്ള ആളുകൾക്ക് പ്രയോറിറ്റി കൊടുത്താൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യഘട്ടങ്ങളിൽ രസമൊക്കെ ആയിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ ഒരു നിരാശ തോന്നും. അങ്ങനെ നിരാശ തോന്നിയ കുറേയധികം ആളുകളുടെ പേരൻറ്റിങ് ആണ് ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ഒരു മെയിൻ പ്രശ്നം. നിങ്ങളിൽ പല ആളുകളും കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ അച്ഛൻ പറയുന്നത്, രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ്, ഞാൻ എനിക്ക് വേണ്ടി ഒരു കാര്യം പോലും ചെയ്യുന്നില്ല, ഞാൻ അങ്ങ് മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അമ്മ പറയുന്നു, ഞാൻ നിങ്ങളെ 10 മാസം ചുമന്നു, അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ഒരു സന്തോഷങ്ങൾ അനുഭവിച്ചിട്ടില്ല, ഞാൻ കഷ്ടപ്പെടുകയാണ്. ഇങ്ങനെയൊക്കെ അവർ പറയുന്നത് എന്തുകൊണ്ടാണ്? അവരിൽ പല ആളുകളും അവർക്ക് പ്രയോറിറ്റി കൊടുക്കാതെ, അവരുടെ ചുറ്റുപാടുകളെ സേഫാക്കി വെക്കാതെ വേറെ ചില കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടാണ്. അങ്ങനെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എന്ത് സംഭവിച്ചു? നിങ്ങളെ ഭക്ഷണവും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും തന്ന് വളർത്തി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട കെയറോ സ്നേഹമോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല പല ആളുകൾക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സ്നേഹിച്ചാൽ, നമ്മൾക്ക് പ്രയോറിറ്റി കൊടുത്തെങ്കിൽ മാത്രമേ ബാക്കിയുള്ളത് ഭംഗിയായിട്ട് പോകത്തുള്ളൂ. വളരെ പ്രിവിലേജ്ഡ് പൊസിഷനിലിരിക്കുന്ന സ്ത്രീകളിൽ പല ആളുകളും ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ജോലിക്കൊന്നും പോവാത്ത എൻ്റെ കുടുംബം നോക്കാൻ വേണ്ടിയാണ്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കുടുംബം എന്ന് പറയുന്നത്, ബന്ധങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സംഗതികളാണ്. മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? അച്ഛനും അമ്മയൊക്കെ തല്ലിക്കൊല്ലുന്ന മക്കൾ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ വളർത്തുവശം കൊണ്ട് മാത്രമല്ല, ഡ്രഗ് പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് അവർ ഉപയോഗിച്ച് തുടങ്ങിയാൽ പോലും നമുക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഭാര്യമാരും ഭർത്താക്കന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചീറ്റിങ്, ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട്. ആണുങ്ങൾക്കുള്ള ഒരു പ്രിവിലേജ് ആണോ ഇത്? ഞാൻ കുടുംബത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നു, ഞാൻ പണിക്ക് പോകുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, നീ പണിക്ക് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും ആ ഒരു പുരുഷന്മാരെ ഇഷ്ടപ്പെടുന്ന അവരുടെ ചുറ്റുപാടുള്ള ബന്ധുക്കൾക്കടക്കം അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നും ആവില്ല. ഒരു കൂട്ടം ആളുകൾ മാത്രം വെച്ച് അനുഭവിക്കുന്ന ചില സൗകര്യങ്ങളൊക്കെയാണ്. ആ ഒരു സൗകര്യങ്ങൾക്ക് മറ്റൊരു വശം കൂടെയുണ്ട്. ഇനി മുന്നേ ഞാൻ പറഞ്ഞ ആ ഒരു സംഭവത്തിൻ്റെ ബാക്കിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കോട്ടയത്ത് ഒരു സ്ത്രീയും 2 കുട്ടികളും ആത്മഹത്യ ചെയ്തു. 3 കുട്ടികളാണ് ആ ഒരു സ്ത്രീക്കുള്ളത്. ഒരു കുട്ടി അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ്. വിവാഹബന്ധം വേർപെടുത്താനായിട്ടുള്ള കേസ് കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. 7-8 മാസമായിട്ട് രോഗിയായിട്ടുള്ള അമ്മയുടെയും അച്ഛൻ്റെ ഒപ്പമാണ് ആ ഒരു സ്ത്രീ താമസിക്കുന്നത്.
പണത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ കരിയർ മാറ്റിവെച്ചതുകൊണ്ട് 10-12 വർഷം BSc നേഴ്സിംഗ് പാസ്സായിട്ടുള്ള ആൾ ജോലിക്ക് പോകാത്തതുകൊണ്ട് അയാൾക്ക് ജോലി ഒരിടത്തും കിട്ടുന്നില്ല. 1 വർഷം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യൂ, അങ്ങനെ ട്രെയിൻഡ് ആയതിനു ശേഷം ശമ്പളം തരാമെന്ന് ആശുപത്രി അധികൃതർ പലരും പറഞ്ഞു. വേറെ ഒരു വഴിയില്ല, കരിയർ മാറ്റി വെച്ചതുകൊണ്ടുണ്ടായ സംഗതിയാണ്. മക്കളെ വളർത്തി, പക്ഷേ അവസാനം സംഭവിച്ചെന്താണ്? പ്രയോറിറ്റി റിലേഷൻഷിപ്പിനായതുകൊണ്ട് അവസാനം ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയത്ത് മൊത്തം തകർന്നു. ആ ഒരു പിഞ്ചോമനകൾ, എന്ത് ഭംഗിയുള്ള ചിരിയുള്ള 2 കുഞ്ഞുങ്ങൾ, ആ ഒരു കുഞ്ഞുങ്ങളും ആ ഒരു ചേച്ചിയും ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിച്ചു. എന്തൊരു ദുരന്തമാണ് ശരിക്കും. ആ ഒരു അമ്മ, ആ ഒരു സ്ത്രീ അദ്ദേഹത്തിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ, മക്കൾക്ക് കൊടുത്തു, ഭർത്താവിന് കൊടുത്തു, ഭർത്തൃ വീട്ടുകാർക്ക് കൊടുത്തു, സ്വയമായിട്ട് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അവസാന നിമിഷം വളർത്തി വലുതാക്കിയ ഒരു കുട്ടികളെയുമായിട്ട് മരണം വരിക്കേണ്ടി വരില്ലായിരുന്നു. ജോലി ചെയ്യായിരുന്നു, കുറച്ച് പൈസ കയ്യിലുണ്ടായാലും സേവിങ്സ് ഉണ്ടായാലും. അതുകൊണ്ട് തന്നെ പ്രിവിലേജഡ് ആയിട്ടുള്ള സ്ത്രീകൾ അവരുടെ സൗഭാഗ്യങ്ങളിൽ നിന്നിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടിട്ട് ഫാൻറ്റസികൾ രൂപപ്പെടുത്തി ആ രീതിയിലുള്ള ഒരു ലൈഫ് ആഗ്രഹിക്കാനായിട്ട് സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പോയി കഴിഞ്ഞാൽ അവസാനം അത്ര സുഖകരമായിരിക്കില്ല എല്ലാ ആളുകൾക്കും. ചെറുതാണെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കുക, അത് വീട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക, എന്നിവയൊക്കെ നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്, ബഹുമാനമാണ്. അതിന് ആ ഒരു രീതിയിൽ കണ്ടാൽ മതി. അല്ലാതെ നിങ്ങൾ വീട്ടിലേക്ക് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ വീട് നടത്തുന്നു, നിങ്ങൾ ഭർത്താവിൻ്റെ മുകളിൽ അവൻ ആഗ്രഹമില്ലാത്ത ആളുകളാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മുകളിലാവുന്നു, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ്, നിങ്ങളെ പഠിപ്പിച്ച നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സാഹചര്യങ്ങൾ ഒരുക്കി തന്ന വീട്ടുകാർക്കും കൊടുക്കുന്ന റെസ്പെക്റ്റ്. അവർ നിങ്ങളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ്, ബാക്കിയുള്ള ആളുകളുടെ വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടിയാണ് പഠിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ വേണ്ട, അവർക്ക് സന്തോഷം അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. എത്രയോ മാതാപിതാക്കൾ നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ട് മക്കൾ പിന്നീട് പണിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും അവർക്കൊരു വലിയ ബാധ്യത. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ജോലിയുള്ള പുരുഷനെ ഒരു പെണ്ണ് അന്വേഷിക്കാൻ നിർത്തിയുള്ളതാണ്. സ്ത്രീകൾക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജോലിയില്ലാത്ത പുരുഷന്മാരെ കല്യാണം കഴിച്ചുകൂടാ? നമുക്ക് അങ്ങനെ മാറി ചിന്തിക്കാലോ, അല്ലെ? ശരിയാണോ അല്ലയോ? കയ്യടി കൊണ്ടത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എത്ര പേരാണ് റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുള്ളത്? ഇപ്പോഴും എന്തോ സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ്, അല്ലെങ്കിൽ മനുസ്മൃതിയിലെ കുറെ കാര്യങ്ങൾ കുറ്റം പറയുമ്പോഴൊക്കെ തന്നെ കല്യാണത്തിന്റെ കാര്യം വരുമ്പോൾ ജോലിയുള്ള ആളെ മാത്രമേ കല്യാണം കഴിക്കുള്ള തോന്നലും, പുരുഷന്മാർക്ക് പ്രത്യേകിച്ചും ജോലി ഉണ്ടെങ്കിലേ കല്യാണം ആലോചിച്ച് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. പണം നമ്മൾ പറ്റും. ഇപ്പം നമ്മൾ സാലറി 35,000 സാലറി അല്ലെങ്കിൽ 20,000 സാലറി, ഞാൻ ഇന്ന മേഖല പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വളരെ പൈസ കുറവാണ്. പണം മാത്രമല്ലല്ലോ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ ഒരു അവസ്ഥയെ നമ്മൾ ഒരുമിച്ച് എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിനുള്ള റിസ്ക് എടുക്കാൻ എന്നാണ് പെൺകുട്ടികൾ കേരളത്തിൽ മുന്നോട്ട് വരിക? കേൾക്കുമ്പോൾ വളരെ ശരിയായിട്ടുള്ള ഒരു സംഗതിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് പ്രാക്ടിക്കൽ ആവണമെന്നുണ്ടെങ്കിൽ ഒത്തിരിയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് കുറച്ചൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പോൾ ജോലിയുള്ള പുരുഷന് സ്ത്രീയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് വേറൊരിടത്ത് മാറി താമസിക്കുകയാണ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. ഒരാൾക്ക് ജോലിയില്ല എന്നുണ്ടെങ്കിലും ഒരാൾക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പലപ്പോഴും ഈ ജോബ് സെക്യൂരിറ്റി ഉറപ്പാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിൽ പല ആളുകളും ഭർത്തൃ വീട്ടിലേക്ക് പോവുകയാണ്, മറ്റൊരു വീട്ടിലേക്ക് അവിടുത്തെ അംഗമായിട്ട് അങ്ങ് മാറുകയാണ്. അപ്പോൾ അവരുടെ ബാധ്യതകൾ, ഭർത്താവിൻ്റെ ജോബ് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് ഇവർ നോക്കേണ്ടതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ആരെങ്കിലും മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിലോട്ട് ചാടി കയറുമോ? നിങ്ങൾക്ക് അവിടെ പോകണം, ആ ഒരു കപ്പലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇനി ഇവിടെ നിക്കക്കള്ളി ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും പല ആളുകളും വിവാഹം കഴിച്ച് പോകുന്നത്. വീട്ടിൽ ഇനി സ്ഥിരമായിട്ട് തുടരാൻ പറ്റില്ല, വീട്ടുകാർ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ആങ്ങള അവിടെ നിർത്തില്ല, ബാക്കിയുള്ള സിബ്ലിങ്സ് സമ്മതിക്കത്തില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പല ആളുകളും ഏതെങ്കിലും സ്ഥലത്തേക്ക് ഓടിപ്പോകാനായിട്ട് നോക്കുന്നത്. അപ്പോൾ മുങ്ങാൻ പോകുന്ന കപ്പലാണോ എന്നുള്ളത് ആലോചിക്കുന്ന ഒരു പ്രിക്കോഷൻ പല ആളുകളും എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റം മാറാതെ, ഇപ്പോൾ പെൺകുട്ടി വിവാഹം കഴിച്ച് ഭർത്തൃ വീട്ടിലേക്ക് പോകണം എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം മാറാതെ ഈ ഒരു കാര്യത്തിന് വലിയ കാര്യമായിട്ടുള്ള പരിഹാരമൊന്നും ഉണ്ടാവത്തില്ല. ഇങ്ങനെയുള്ള ഒത്തിരിയധികം ഘടകങ്ങളുണ്ട്. പെൺകുട്ടികൾ ജോലിയുള്ള പുരുഷന്മാരെ മാത്രമേ വിവാഹം കഴിക്കാവൂ, ജോബ് സെക്യൂരിറ്റി ഉറപ്പാക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ജോലിയുള്ള 2 ആളുകൾ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത്. അത് എത്ര ചെറിയ ജോലിയാണെന്നുണ്ടെങ്കിലും ആ ജോലിക്ക് പറ്റുന്ന രീതിയിലുള്ള ജോലിയുള്ള മറ്റൊരാളെ തേടി വിവാഹം കഴിക്കുക. ഒരേ തരത്തിലുള്ള ഇൻകം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, രണ്ടുപേരുടെയും ലൈഫ് സ്റ്റൈൽ ഡിഫറൻസുകൾ ഒന്നും വലിയ പ്രശ്നമായിട്ട് വരത്തില്ല. ജോലി രണ്ടും എത്ര ഡിഫറൻ്റ് ആണെന്നുണ്ടെങ്കിലും വരുമാനമൊക്കെ ഏകദേശം സെയിം ആവുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെക്കന്മാരിൽ ഒരു കൂട്ടം ആളുകൾക്ക് വല്ലാത്ത ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിഫറൻസുകൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ള ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെ പോലെ അല്ലാത്ത രീതികളുണ്ട്. പെൺകുട്ടികളെ വല്ലാതെ ഇഷ്ടമാണ്.
വീടിൻ്റെ ഐശ്വര്യം എന്നൊക്കെയുള്ള വിശേഷണങ്ങളൊക്കെ കൊടുത്തിട്ടാണ് പെൺകുട്ടികളെ നമ്മുടെ നാട്ടിലെ ആളുകൾ വളർത്തുന്നത്. അത്രയധികം കെയർ ചെയ്ത് അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്ത് ഒരു പാർട്ട് ടൈം ജോലിക്ക് പോലും വിടാതൊക്കെയാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെ മറ്റൊരു വീട്ടിലേക്ക് വിടുകയാണ്. ഒത്തിരിയധികം സൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് വരുന്ന ഒരു പെൺകുട്ടിയാണ്. ആ ഒരു പെൺകുട്ടിക്ക് സഡൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിഫറൻസുകളൊന്നും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം ഈ വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഒരേ തരത്തിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇവിടെ എല്ലാ സമയത്ത് ഞാനാണ് യൂഷ്വലി പ്ലേറ്റ് കഴുകുന്നത്. അത് എന്റെ ശീലമായി പോയി. ഞാൻ എല്ലാം കഴിച്ചു ഞാൻ തന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് എല്ലാവരും അവരുടെ പ്ലേറ്റ് കഴുകുക എന്ന സംഭവമാണ്. ഞാൻ കഴുകാൻ പോകുമ്പോൾ സമയക്കില്ല, എടുത്തിട്ട് പോകും. ഇൻ കേസ് എല്ലാം കഴുകി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ വഴക്കുണ്ടാക്കണേ. ആരോട് ചോദിച്ചിട്ട് പ്ലേറ്റ് കഴുകി, ആരോട് ചോദിച്ചിട്ട് തുണി ഇരിച്ചു. അതായത് ഇവിടുത്തെ അമ്മ 2 ആൺമക്കളാണ്. അപ്പം മേ ബി അമ്മ കുഞ്ഞിലെ മുതൽ അത് അങ്ങനെയാണ് ട്രെയിൻ ചെയ്തത്. അവരും കഴിച്ച പ്ലേറ്റ് കഴുകുക, തുണികൾ നനച്ച അമ്മ തരുന്നു, 2 ആൺമക്കളും അത് പോയിട്ട് വിരിച്ചിടുക. എല്ലാം അവർ തന്നെയാണ്, എല്ലാം അവർ തന്നെ ചെയ്യുന്നത്. അപ്പൊ അമ്മ ആസ് യൂഷ്വൽ തുണി കഴുകിയിട്ട് എന്നോട് പറയില്ല, അമ്മ കുഞ്ചു തുണി വിരിച്ചിടും എന്ന് പറയും. അപ്പൊ ഞാൻ പോയിട്ട് എടുക്കും. അപ്പൊ ഞാൻ പോയിട്ട് എടുത്തില്ലെങ്കിൽ കുഞ്ചു പോയിട്ട് ഇടുമ്പോ ഞാനോട് ചോദിച്ചിട്ട് തുണി ഇടുന്നത് ഞാൻ അപ്പൊ അതിനാണ് ഞങ്ങൾ വഴക്കൂടുന്നത്. എന്തിനീ പണിയെടുക്കാൻ വേണ്ടി അതൊരു പാത്രം കഴുകുക അങ്ങനത്തെ സാധനങ്ങൾ. പക്ഷെ ഇവരെ പഠിപ്പിച്ച രീതി ഇവരുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ് പോയിക്കൊണ്ട്. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ പാര എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരമ്മ തൻ്റെ ആൺമക്കളെ നല്ല രീതിയിൽ നല്ല മനുഷ്യന്മാരായിട്ട് വളർത്തിക്കൊണ്ട് വന്നു. ആ ഒരു മക്കളുടെ സ്വന്തം കാര്യം നോക്കാനായിട്ടുള്ള ഒരു കഴിവിനെ നശിപ്പിക്കുന്ന മരുമക്കൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എന്ത് ബോറാണ്, എന്തൊരു ബോറാണ് ഏർപ്പാടാണ്. ഇപ്പോൾ ആ പുള്ളിക്കാരൻ കുറച്ച് വ്യക്തിത്വമുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉള്ള മനുഷ്യനാണ്. അയാൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം അയാൾ കഴുകും, തുണിയൊക്കെ വിരിച്ചിടും, നല്ലൊരു മനുഷ്യൻ. അയാൾ അതേപോലെ തന്നെ തുടരുമായിരിക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വല്ല ആൺകുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കഴിവില്ലാത്ത, സ്വന്തം കാര്യം പോലും ചെയ്യാനായിട്ടുള്ള ശേഷിയില്ലാത്തവരായി ഇതുപോലുള്ള തള്ളമാർ ആ കുട്ടികളെ വളർത്തിയെടുക്കും. എന്നിട്ട് അങ്ങനെയുള്ളവന്മാർ നാളെ ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾക്ക്, അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ജോലിയൊക്കെ ഉള്ള സ്ത്രീകൾക്ക് വലിയൊരു ബാധ്യതയാവും. അവിടെ ചെന്നിട്ട് ഡിമാൻഡ് ചെയ്യും, എൻ്റെ അമ്മ ഇങ്ങനെ എനിക്ക് ഊട്ടുമായിരുന്നു, ഉറക്കുമായിരുന്നു, അലക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ തല പെരുപ്പിക്കും. അങ്ങനെ ആകെ മൊത്തത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ബോംബുകൾ നിർമ്മിക്കുന്ന ടീമുകളാണ് ഇങ്ങനെയുള്ള പാഴ് ജന്മങ്ങൾ. എന്ത് മോശമാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ. ഇക്കാലത്തൊക്കെ ഇങ്ങനെയുള്ളതുണ്ടോ? ഇങ്ങനെയുള്ള ടീമുകൾ ഭയങ്കര രസമായിരിക്കും, കമൻറ്റ് ബോക്സിലൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും. ഇങ്ങനെയുള്ള ടീമുകൾ പുരുഷന്മാരുടെ തലയിൽ വന്ന് കയറി കഴിഞ്ഞാൽ അത്ര സുഖമാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ അങ്ങ് ചെയ്തിട്ട് വലിയ വലിയ ടാസ്കുകൾ നിങ്ങളുടെ തലയിലേക്ക് വെച്ച് തരും. ഞാൻ നിങ്ങളെ നോക്കി, ഞാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു, എനിക്ക് വയ്യായേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരവാദം മുഴക്കുന്ന ഒരു വലിയ മജോറിറ്റി ആൾക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവമാണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പിടിക്കുക. പ്ലേറ്റ് കഴുകും, തുണി വിരിക്കും, വീട് തൂത്തുവാരും. എന്നാൽ വീട് വെക്കണം, ലോൺ അടയ്ക്കണം, കാറ് വാങ്ങണം, ലോൺ അടയ്ക്കണം, ഫ്യൂവൽ അടിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും വലിയ ഇൻകം ജനറേഷനും അയാൾ തന്നെ ചെയ്യണം. മാടിനെ പോലെ പണിയെടുക്കണം. ഈ റിയലിലെ വ്യക്തിയെ കുറിച്ചിട്ടല്ല കേട്ടോ, അയാൾ പ്രൊഫഷണലി ഭയങ്കര അടിപൊളിയാണ്, അയാൾ ഏൺ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഏൺ ചെയ്യാത്ത ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പണിയൊക്കെ ചെയ്തിട്ട് നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു സ്ത്രീ, ആ ഒരു കോംബോ എത്ര ദുരന്തമായിരിക്കും. അങ്ങനെയുള്ളൊരു കോംബോ ഒക്കെ ആഗ്രഹിക്കരുത് പുരുഷന്മാർ. ഓടി അകന്നോണം. അതൊക്കെ ആദ്യം തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോണം. ഇന്നത്തെ കാലത്ത് വിവാഹം കഴിക്കുമ്പോൾ പുരുഷന്മാരും കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ വിവാഹം എന്ന് പറയുന്ന ആ ഒരു ലീഗൽ ബോണ്ടിലേക്ക് പെട്ട് കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ പണി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത ആളുകൾ പുരുഷന്മാരാണ്. സ്ത്രീകൾക്ക് ഒരു പരിധിവരെ നിയമസഹായമൊക്കെ കിട്ടി, വീട്ടുകാരൊക്കെ കൂടെയുണ്ട്, പണമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ കുറേ കാര്യങ്ങളിൽ അവർക്ക് കുറേ ഗുണമുണ്ട്, അവർക്ക് അതിൽ നിന്ന് എത്രയും പെട്ടെന്നൊന്ന് മാറാം. പക്ഷേ പുരുഷന്മാരതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ സമയവും ജീവിതവും എല്ലാം നശിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോവുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പാദസേവ ചെയ്യുന്ന ആളുകളല്ല നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളെപ്പോലെ തന്നെയുള്ള ആളുകളാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് നാളെ വലിയൊരു പ്രശ്നമായിട്ട് വരും. You got your phone? Yeah, I have my phone. Okay, superb. Here we How go. sportive. Let me just. Love Today concept ని recreate చేయబోతున్న ప్రదీప్ రంగనాథ్ గారు అండ్ ఖయాడు. Okay, give me your phone. అండ్ లవ్ చేసిస్తున్నారా లేదా? ఓకే ఓకే. Wow. Are we seeing this? I have a different app on your phone. What is that different? Shut up. Meme creation app. Can you please not go over there? ఓ మనకు Kayadu Lord I is the need to next check top thing in Telugu cinema. You create your own memes, sir. No. You create your own memes and put it in meme channels. She's not sir. searching.
she's taking her own photo and putting. She's Kaya writing Lover is the next top heroine in Telugu cinema. So you make your own memes. No, you make your own memes. You give it to meme channels and they'll circulate it. That's called PR. If no one is doing it, you have to do it. Fake it till you make it. നീലക്കുയിൽ പച്ചക്കുയിൽ പച്ചക്കുരുവി എന്നൊക്കെ പറഞ്ഞ് കുറേ ടീമുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളൊന്നും യൂട്യൂബ് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം വരുമാനം മാത്രം ലക്ഷ്യമാക്കിയിട്ടായിരിക്കില്ല ഇതുപോലുള്ള ജോലികൾ ചെയ്യുന്നത്. അവരും ഏതെങ്കിലുമൊക്കെ PR സ്റ്റണ്ടിൻ്റെ ഭാഗമായിരിക്കാം. ചിലപ്പോൾ കണ്ടിട്ടില്ലേ, എപ്പോഴും നമുക്ക് ചില ആളുകളെ തിയേറ്ററിൻ്റെ പരിസരത്തും അതേപോലെ തന്നെ കാറിൽ വന്നിറങ്ങുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കും. അവർ അങ്ങടേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ പച്ചക്കുരുവിക്കും നീലക്കുയിലിനും ഒക്കെ അറിയാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടായിരിക്കും. ഒരു അവാർഡ് വാങ്ങാൻ, അംഗീകാരം വാങ്ങാൻ, തങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ മടിയുള്ള ആളുകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് നമ്മളാണ് ഏറ്റവും മികച്ചത് എന്നൊക്കെ PR ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് കലാകാരന്മാരൊക്കെ ഉയർന്നു എന്നുള്ളത് വലിയൊരു മാറ്റം തന്നെയാണ്. ഏതൊക്കെ മേഖലകളിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ റീലോടെ ഇന്നത്തെ റീൽ റിയാക്ഷൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മികച്ച വ്യത്യസ്തമായിട്ടുള്ള റീലുകളുമായി വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.